ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമം. പ്രദേശത്തെ ഡിവൈഎഫ്ഐ സിപിഐഎം പ്രവർത്തകനായ അശ്വന്തിന്റെ വീടിന് നേരെയാണ് ആക്രമമുണ്ടായത്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളും ഓട്ടോറിക്ഷയും അക്രമി സംഘം തകർത്തു. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ലഹരി മാഫിയ ഗുണ്ടാ സംഘം വീടിനു നേരെ അക്രമം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു. പുലർച്ചെ 3 മണിയോടെയാണ് അക്രമി സംഘം കോവളം പുത്തളത്തെ അശ്വന്തിന്റെ വീടിന് നേരെ അക്രമം നടത്തിയത്. വീട്ടിലെത്തിയ 4-അംഗ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളും ഓട്ടോയും തകർക്കുകയും ചെയ്തു. അശ്വന്തിന്റെ പിതാവ് രാജശേഖരന്റെ ഓട്ടോയാണ് അക്രമി സംഘം തകർത്തത്. ഭിന്നശേഷിക്കാരനാണ് രാജശേഖരൻ. അക്രമത്തിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന 35,000 രൂപയും സംഘം കവർന്നു. പ്രദേശത്തെ സ്ഥിരം ക്രിമിനൽ സംഘമായ ഷാഹുൽ രാജിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയത്. ഇതിനു മുൻപും വീടിന് നേരെ അക്രമമുണ്ടായിരുന്നു. അല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ അവൻ്റെ കൈ മുറിഞ്ഞ് ബ്ലഡൊക്കെ കടയിൽ തേച്ചിട്ട് പറയുകയാണ്, ഇത് നിൻ്റെ മകൻ്റെ ബ്ലഡിന് പകരം എൻ്റെ ബ്ലഡ് തേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നു അട്ടഹസിച്ച് ഭയങ്കര ഉള്ളി ഇറങ്ങി വാടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും കഥ പറഞ്ഞെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും കയറി. കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS ഹരികുമാർ ആവശ്യപ്പെട്ടു. അവരുടെ ജീവിതമാർഗമായിട്ടുള്ള ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു, കട അടിച്ചു തകർത്തു, വീട് അടിച്ചു തകർത്തു. ഒരുപക്ഷെ അവരെ ജീവൻ ഇന്ന് തിരിച്ചു കിട്ടിയത് അവരുടെ ഒരു ഭാഗ്യം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ആ നിലയിൽ വളരെ ഭീകരമായ ഒരു ആക്രമണമാണ് ഈ ഗുണ്ടയുടെ നേതൃത്വത്തിൽ, ഷാഹുൽ രാജ് എന്ന് പറഞ്ഞ ഗുണ്ടയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഈ വിവിധ കേസുകൾ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾ പ്രതിയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ ഈ ആക്രമണവും ഈ ഭീകരമായ ഒരു അവസ്ഥയും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങൾ വല്ലാത്ത ഭയപ്പാടിലാണ്. എന്തായാലും ഇതിനായി ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ അക്രമി സംഘത്തിലെ രാഹുൽ രാജിനെതിരെ നൽകിയ മൊഴിയിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് അക്രമം നടത്തിയത്. കൊല്ലുമെന്നടക്കമുള്ള ഭീഷണിയും അക്രമി സംഘം കുടുംബത്തിന് നേരെ ഉയർത്തി. സംഭവത്തിൽ കാഞ്ഞിരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.